ന്യൂനപക്ഷത്തിന് ഞങ്ങളുണ്ട്, ഞങ്ങളാണ് ന്യൂനപക്ഷത്തിൻ്റെ രക്ഷകർ എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ അന്ന് CPM-ന് കഴിഞ്ഞിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല, അത് വോട്ടായി മാറിയില്ല എന്നുള്ളതാണ്. അവിടുന്ന് നിന്ന് തുടങ്ങുന്നു അടുത്ത നിലപാട്. അപ്പോൾ ന്യൂനപക്ഷ സ്നേഹികൾ എന്നതിൽ നിന്ന് മാറി നഷ്ടപ്പെട്ടു പോയ ഭൂരിപക്ഷ വോട്ട് തിരിച്ചുപിടിക്കുക എന്ന ഉദ്ദേശത്തിലേക്ക് CPM എത്തുന്നു. അവിടെ എത്തുമ്പോൾ ലീഗിനെ വേറെ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. അതായത് ലീഗ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് ഒരു വർഗീയ സംവിധാനമായി മാറുന്നു. അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന പോലും ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നു. അത് ആവർത്തിച്ചു പറയുന്നു. ഇപ്പോഴും ലീഗുമായി ബന്ധപ്പെട്ട് അങ്ങനെ പ്രതികരണങ്ങൾ നടത്തുന്നു. അതിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമിയെ പൊതുവെ മുസ്ലിം സംഘടനകളൊന്നും അംഗീകരിക്കുന്നില്ല. അപ്പോൾ അംഗീകരിക്കാത്തവരിൽ നിന്നും ഭിന്നിപ്പുണ്ടാക്കി വോട്ട് പിടിക്കുക എന്ന തന്ത്രമാണ് അവിടെ പ്രയോഗിക്കുന്നത്. ഇനി ജനകീയ വിഷയങ്ങൾ, ഏറ്റവും അധികം സർക്കാർ വിരുദ്ധ വിഷയങ്ങളുള്ള മണ്ഡലമാണ്, ഈ ഏറ്റവും വന്യജീവി ആക്രമണം നേരിടുന്ന മണ്ഡലമാണ്. ആ വിഷയം ശക്തമായി ഉന്നയിക്കാൻ, അത് വോട്ടാക്കി മാറ്റുവാൻ പ്രതിപക്ഷത്തിന് എത്രത്തോളം കഴിയുന്നുണ്ട്? അല്ലെങ്കിൽ പ്രചാരണ വിഷയങ്ങൾ നമ്മൾ കാണുന്നത് ഈ ബൈറ്റുകളാണ്. അതിലപ്പുറം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കുടുംബയോഗങ്ങളിലൊക്കെ നേതാക്കൾ പ്രസംഗിക്കുന്നുണ്ടാകും. എല്ലാ പാർട്ടിയിലെയും അവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളത് നമ്മളിലേക്ക് ആ രൂപത്തിൽ എത്തുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം മൈക്കുകൾക്ക് മുന്നിൽ ബൈറ്റുകളായി വരുന്ന പ്രതികരണങ്ങളെല്ലാം തന്നെ വർഗീയമാണ് എന്നുള്ളതാണ്. അതിൽ നിലനിർത്തിക്കൊണ്ട് എങ്ങനെ ഭിന്നിപ്പുണ്ടാക്കാം എന്നുള്ളതാണ്. ഇതിൽ CPM-ന് വലിയ ഒരു പദ്ധതിയുണ്ട്.